മഴക്കെടുതി നേരിടുന്നതിലും സംസ്ഥാന സർക്കാരിന് വീഴ്ച. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാർ അവഗണിച്ചു. ജൂലൈ 31 പകൽ 3-ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഗൗനിച്ചില്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പും സർക്കാർ അവഗണിച്ചു. എന്നാൽ മുഖ്യമന്ത്രി വി. ഡി. സതീശൻ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. അതിതീവ്ര മഴയ്ക്കും പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാർ അവഗണിച്ചുവെന്നാണ് രേഖകൾ. ജൂലൈ 31 പകൽ 3-ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും സംസ്ഥാന സർക്കാർ അത് ഗൗനിച്ചില്ല. കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന തലക്കെട്ടോടെ 7 പേജുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തിനു നൽകിയത്. ഇതനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരിന് നിർദ്ദേശം നൽകി. എന്നാൽ സർക്കാർ മുൻകരുതൽ നടപടികൾ വേഗത്തിലാക്കിയില്ല. അതിതീവ്ര മഴയും പ്രളയസാധ്യതയുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തി. ഇതാണ് ദുരന്തത്തിന്റെ തീവ്രത കൂട്ടിയതെന്നാണ് വിദഗ്ധർ പറയുന്നത്. നദികൾ, ജലാശയങ്ങൾ, വെള്ളപ്പൊക്കമുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ എന്നിവ ചേർത്ത് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ നിർദ്ദേശങ്ങളിലും നടപടിയെടുത്തില്ല. എന്നാൽ മുന്നൊരുക്കങ്ങൾ നടത്തിയെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. 30-ാം തീയതിയും 1-ാം തീയതിയും യോഗം ചേർന്നു. 30-ാം തീയതി ദുരന്ത നിവാരണ വകുപ്പ് ഒന്നുകൂടി എല്ലാ പ്രിപ്പറേഷനും എടുത്ത് എല്ലാ സ്ഥലത്തും ക്യാമ്പുകൾ റെഡിയായിരുന്നു. ക്യാമ്പുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ എവിടെയാണ് മഴ പെയ്യുന്നത്, എവിടെയാണ് അതിതീവ്ര മഴ പെയ്യുന്നത് എന്ന് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം. ഇതെന്തറിയാം ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിതീവ്ര മഴ എവിടെയാണ് പെയ്യുന്നത് അറിഞ്ഞാലേ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഇവാക്യുവേഷൻ നടക്കുകയുള്ളൂ. അതിതീവ്ര മഴയുടെയും ക്ലൗഡ് ബേസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവാക്യുവേഷനുള്ള സമയം ഉണ്ടാവില്ല. ജലനിരപ്പ് ഉയരുന്നുവെന്ന് വ്യക്തമായിട്ടും മൂഴിയാർ അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കുന്നതിലും അറിയിപ്പ് നൽകിയില്ല. ഡാമിൽ നിന്ന് ഒഴുക്കിവിട്ട വെള്ളം പമ്പ നദിയിൽ എത്തിയതോടെയാണ് റാന്നിയും വടശ്ശേരിക്കര മേഖലയും വെള്ളത്തിൽ മുങ്ങിയത്. എന്നാൽ ഡാമുകൾ തുറന്നതല്ല വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. രാത്രി വൈകി വരെ ഒരു പ്രഡിക്ഷനും ഇല്ല, IMDയുടെ ഒരു പ്രഡിക്ഷനും ഇല്ല. രാത്രിയാണ് പെട്ടെന്ന് അതിതീവ്ര മഴയുണ്ടാവുന്നത്. അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ സ്വഭാവം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവാക്യുവേഷന് വേണ്ടി പോലുള്ള സ്ഥലം ഉണ്ടാവില്ല. വളരെ രാത്രി വൈകിട്ടാണ് ഈ മുന്നറിയിപ്പ് മെസ്സേജ് പോകുന്നത്. രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ നടപടി ഏകോപിപ്പിക്കുന്നതിലും സർക്കാർ പൂർണ്ണ പരാജയമായി മാറി. ദുരന്ത നിവാരണത്തിന് മുൻകൈയെടുക്കേണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ മന്ത്രിയുടെ ഓഫീസും മറ്റു വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഫോണിലാണ് മുഖ്യമന്ത്രി കളക്ടർമാരെയും മന്ത്രിമാരെയും ബന്ധപ്പെട്ടത്. പ്രളയമുണ്ടായ ജില്ലകളിൽ മന്ത്രിമാർക്ക് ചുമതല നൽകിയെങ്കിലും രക്ഷാ സംവിധാനം വേഗത്തിലാക്കാനായില്ല. ഇത് അങ്ങനെയുള്ള സാധാരണ മഴ പെയ്യുന്നതിൻ്റെ അല്ല ഇതുണ്ടായിരിക്കുന്നത്. ഇത് അതിതീവ്ര മഴ ഈ പ്രദേശങ്ങളിലുണ്ടായത്. 350 മില്ലിയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ 200-ന് മീതെ എക്സ്ട്രീം ഹെവി റെയിനാണ്. അത് 300 പോയി, വടശ്ശേരിക്കരയിൽ അത് 350 വരെ പോയി. ഇപ്പോഴത്തെ ഏറ്റവും വലിയ എൽനിനോ പ്രതിഭാസത്തിൻ്റെ കൂടി ഭാഗമാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് ചൂട് കൂടി കഴിഞ്ഞപ്പോൾ കടലിലെ ഇത് നീരാവിയായിട്ട് പോയി മേഘങ്ങളിൽ നിൽക്കുകയാണ്. അത് ഏത് സമയത്തും വന്ന് അതിതീവ്ര മഴയായി പെയ്യുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ കടലിൽ കാണാതായ 2 പേരെ കണ്ടെത്താൻ തീരസംരക്ഷണ സേന എത്തിയത് 13 മണിക്കൂർ വൈകിയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഏകോപനം പാളിയെന്നും ആരോപണമുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.